ഇപ്പോൾ വലിയതറ പോലീസ് സ്റ്റേഷനിലാണ് സതീഷ് ഉള്ളത്. ഇയാളെ എയർപോർട്ടിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇയാളെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ അന്വേഷണ സംഘം നടത്തി വരികയായിരുന്നു. അവിടെ പോലീസുമായി ബന്ധപ്പെട്ടും അവിടുത്തെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നിരന്തരമായുള്ള കമ്മ്യൂണിക്കേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടെയാണ് ഇന്ന് എത്തുന്നത്. ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ പോലീസിന്റെ ശ്രമഫലമായി വന്നതാവാം. അത്തരത്തിൽ കൂടി നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം അത്തരത്തിലുള്ള ശ്രമങ്ങളാണ് നടത്തിയിരുന്നത്. എന്തായാലും നമുക്ക് എയർപോർട്ടിൽ നിന്ന് കിട്ടുന്ന പ്രാഥമിക വിവരം അനുസരിച്ചാണ് ഇത്തരത്തിൽ അയാൾ അവിടെ എത്തിയെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ എയർപോർട്ടിൽ നിന്ന് പോലീസിന് വിവരം കൈമാറുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് വലിയതുറ പോലീസ് അവിടെ എത്തുന്നതും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരിക്കുന്നത്. കേസിന്റെ അന്വേഷണം നടത്തുന്നത് ക്രൈംബ്രാഞ്ച് സംഘമാണ്. സ്വാഭാവികമായും പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയാണ് ചെയ്യുന്നത്. ഈ കേസിലെ ഏറ്റവും നിർണായകമായ നീക്കമാണ് അല്ലെങ്കിൽ നടപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം അതിലൂടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയൊരു വെളിപ്പെടുത്തലുകൾ തന്നെ ഉണ്ടായിരുന്നു. ഓഡിയോ സംഭാഷണങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെ നിജസ്ഥിതിയെക്കുറിച്ച് അയാളുടെ ഭർത്താവ് തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. താൻ മർദ്ദിച്ചിരുന്നുവെന്നും നിരന്തരമായ ഉപദ്രവത്തിന് ഇടയാക്കിയിരുന്നുവെന്നും അവരെ ഉപദ്രവിച്ചെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിലവിൽ കേസുകളുണ്ടെങ്കിൽ പോലും ഇയാളെ ഇവിടെ എത്തിച്ച് ചോദ്യം ചെയ്യുക, മറ്റു നടപടികളിലേക്ക് പോയെങ്കിൽ മാത്രമേ ഇവിടെ നടക്കുന്ന കേസിൽ അന്വേഷണത്തിലേക്ക് തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘത്തെ നീങ്ങാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിരന്തരമായി ഇയാളെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ പോലീസിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് ഏജൻസികളുടെയും ഭാഗത്തുനിന്ന് നടത്തിയിരുന്നത്. അതിന്റെ ഒരു ശ്രമഫലം എന്ന നിലയിൽ കൂടി തന്നെ പറയാം ഇന്ന് എയർപോർട്ടിൽ അയാൾ വന്നിരിക്കുന്നത്. എന്തായാലും രാവിലെ വന്നു. കൃത്യമായി നമുക്കൊരു സമയം വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. രാവിലെ എത്തിയ ഉടനെ തന്നെ എയർപോർട്ട് അധികൃതർ തന്നെയാണ് ഈ ഇത്തരത്തിൽ ഈ ലുക്കൌട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് വലിയതുറ പോലീസ് സ്ഥലത്തെത്തി അവരാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും കൊല്ലത്തു നിന്നുള്ള സംഘം അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും, തിരുവനന്തപുരത്ത് എത്തും. അതിനുശേഷം ക്രൈംബ്രാഞ്ചിന് ഇയാളെ കൈമാറാൻ വേണ്ടിയിട്ടാണ് തീരുമാനം. എന്തായാലും നിർണായകമായ ഒരു നടപടിയാണ്. ഈ ചോദ്യം ചെയ്യലൊക്കെ എവിടെയായിരിക്കും നടക്കുക? തിരുവനന്തപുരത്ത് തന്നെയാണോ അതോ കൊല്ലത്തോ? അന്വേഷണ സംഘം കൊല്ലത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കൊല്ലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് തീരുമാനം. അങ്ങനെയാണ് നമുക്ക് വിലയിരുത്തുന്നത്. എന്തായാലും വളരെ വിവാദമായ ഒരു സംഭവമാണ്, ഒരു കേസാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനായി വെയിറ്റ് ചെയ്യുകയാണ്. ഈ ക്രൈംബ്രാഞ്ച് സംഘം എത്തിയാൽ മാത്രമേ ഇവർക്ക് പോലീസിന് ഇയാളെ കൈമാറാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അതിനുള്ള നടപടികൾ വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനവും. സിജോ, എപ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ എപ്പോഴാണ് അയാൾ വിമാനത്താവളത്തിൽ എത്തിയത് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും അന്വേഷണ സംഘം എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? ഇന്ന് പുലർച്ചെയാണ് എത്തിയതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കറക്റ്റ് ഏത് സമയത്താണ് വന്നതെന്ന് അറിയില്ല. എന്തായാലും ഇന്ന് പുലർച്ചെ എത്തി എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. അതിനുശേഷം എയർപോർട്ട് അധികൃതർ വിവരമറിയിച്ച് ഇയാളെ കൈമാറിയതിനു ശേഷം പോലീസിന് കൈമാറിയതിനു ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. എയർപോർട്ടിൽ നിന്നോ മറ്റ് ആളുകളിൽ നിന്നോ വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല. തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത സാഹചര്യത്തിലാണ് നമുക്ക് ഇയാൾ പുലർച്ചെ എത്തി എന്നുള്ള ഒരു വിവരം ലഭ്യമാകുന്നത്. എന്തായാലും ഇപ്പോൾ വലിയതുറ പോലീസ് സ്റ്റേഷനിലാണ് അതിലൂടെ ഭർത്താവ് ഉള്ളത്. ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അന്വേഷണം ക്രൈംബ്രാഞ്ച് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ തീരുമാനം. നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് കൊല്ലത്ത് നിന്ന് ക്രൈംബ്രാഞ്ച് സംഘം ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടി നാട്ടിലേക്ക് വന്നു, ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സിജു, അതായത് ഇയാൾ എയർപോർട്ടിൽ എത്തിയതിനു ശേഷം ലുക്കൌട്ട് നോട്ടീസൊക്കെ നേരത്തെയും പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എയർപോർട്ട് അധികൃതർ ഇയാളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നോ അതോ നേരത്തെ തന്നെ ഇയാൾ എത്തുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിമാനത്താവളത്തിൽ സജ്ജമായിരുന്നോ? ഇയാളെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായിരുന്നു. അതിന്റെ നടപടി ഭാഗമായി അവിടെയുള്ള പോലീസുമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ രീതിയിൽ കൊണ്ടുവന്നതാണോ എന്നുള്ളത് പോലീസിനെയും കൂടി വിവരം അറിയിച്ച് എത്തിയതാണോ എന്ന് സംശയിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും എയർപോർട്ടിൽ എത്തുന്ന സമയത്ത് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു എന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. വലിയതുറ പോലീസാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. എയർപോർട്ടിൽ നിന്ന് വിവരം ലഭിച്ചുവെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇയാൾ നേരിട്ട് അല്ലാതെ വന്നതാണെങ്കിൽ പോലും
അതിന് പിന്നിൽ വലിയ രീതിയിലുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. കാരണം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുക, അവിടെ പോലീസുമായി ബന്ധപ്പെടുക, ഇയാളെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ, അത്തരം നടപടികളെല്ലാം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത്തരം ഒരു സമ്മർദ്ദത്തിനൊടുവിൽ കൂടിയാണ് ഇത്തരത്തിൽ സതീഷിനെ നാട്ടിലെത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. സിജോ, ഇനിയിപ്പോൾ എന്താണ് ഈ കേസിൽ നടക്കാനുള്ള തുടർ നടപടി? ഇനി പ്രാഥമിക നടപടി എന്ന നിലയിൽ നിലവിൽ വലിയതുറ പോലീസ് സ്റ്റേഷനിലുള്ള ഇയാളെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറുക എന്നുള്ളതാണ്. നിലവിൽ ഇവിടെ ലഭിച്ചിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇയാൾ അതുല്യെ ഉപദ്രവിച്ചിരുന്നു എന്ന വിവരം നേരത്തെ തന്നെ സമ്മതിച്ചിരുന്നു. മാധ്യമങ്ങൾ ഉൾപ്പെടെ അയാൾ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഉൾപ്പെടെ കൂടുതൽ കാര്യങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇയാളുടെ മർദ്ദനത്തെ തുടർന്നാണ് അതുല്യ മരണത്തിലേക്ക് പോയത് എന്നുള്ളൊരു കാര്യമാണ് ആരോപണം ഉയരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിജോ, ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് കൂടി കടക്കേണ്ടിയിരിക്കുന്നെന്ന് തോന്നുന്നു. ഈ സതീഷിനെതിരെ എന്തൊക്കെ വകുപ്പുകളാണ് നിലവിൽ പ്രാഥമികമായും ചുമത്തിയിരിക്കുന്നത്? അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? അത്തരം വിവരങ്ങൾ വരുന്നു. എന്തായാലും ഇയാളെ കൊണ്ടുപോരുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത്. അതിൽ ഈ സംഘം വിജയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തന്നെ പോലീസിന്റെയും അതോടൊപ്പം തന്നെ സർക്കാരിന്റെയും വിവിധ ഏജൻസികളുടെ തലത്തിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിരുന്നു ഇയാളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അയാൾ ഇവിടെ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നത്. ഇപ്പൊ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതായത് ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചു, അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ മരണത്തിലേക്ക്, ഈ ശാരീരികമായ ഉപദ്രവത്തെ തുടർന്ന് കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ഈ അതിലെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി ഇയാളിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് തുടർ നടപടികളിലേക്ക് പോകാൻ വേണ്ടി തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഏതായാലും ഷാർജയിലെ അതുല്യയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഭർത്താവ് സതീഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ചാണ് സതീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ